സദസ്സിന് വന്ദനം. പൂന്തലാമഴ പെയ്തിറങ്ങിയപ്പോൾ ഹൃദയത്തിൽ നിന്നും മെല്ലെ മെല്ലെ ഊർന്നിറങ്ങി ചുറ്റുപാടുമുള്ളവരിലേക്ക് ഒഴുകിയിറങ്ങുന്ന മഴത്തുള്ളികളാണ് കൂട്ടുകാർ. ഹൃദയങ്ങളെ ചേർത്ത് വെക്കുന്ന വിലപ്പെട്ട സ്നേഹബന്ധമാണ് സൗഹൃദം. പഴമക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നു, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന്. നമ്മുടെ സൗന്ദര്യത്തെ മാത്രമല്ല, വിരൂപതയെ കൂടി കാണിച്ചു തന്നുകൊണ്ട് കൂടുതൽ മികവുള്ളവരാക്കി തീർക്കുക എന്ന ഗൗരവമേറിയ ജോലിയാണ് നല്ല കൂട്ടുകാർക്ക് ഉള്ളത്. ആരാണ് നമ്മുടെ കൂട്ടുകാർ? ഒരാളുടെ കൂട്ടുകാർ ആരെന്ന് അന്വേഷിച്ചാൽ മതി അവൻ എങ്ങനെയുള്ളവൻ ആണെന്ന് അറിയാൻ. സൗഹൃദത്തിന്റെ അർത്ഥത്തെ എത്ര ആഴത്തിലാണ് ഈ വാക്യം വിശദമാക്കുന്നത്. അതെ, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൂട്ടുകാരെ വീട്ടുകാരറിയട്ടെ എന്ന പ്രസംഗ വിഷയം സാരവത്താക്കുന്നത്. നന്മതിന്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരായ വഴിയിലേക്ക് നയിക്കുന്നവരെ മാത്രമല്ല കൂട്ടുകാരായി ലഭിക്കുന്നത്. അസത്യത്തിന്റെയും അപകടത്തിന്റെയും അധർമ്മത്തിന്റെയും ആൾക്കൂട്ടത്തിലേക്ക് തള്ളിവിടാനും ഉന്നമിച്ചുകൊണ്ടിരിക്കുന്നവർ വിരിക്കുന്ന വലകളിലും നമ്മൾ കുട്ടികൾ കുടുങ്ങിയേക്കാം. എന്നാൽ നമ്മുടെ മാതാപിതാക്കളും മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം എത്രയോ അനുഭവങ്ങളാൽ കാതിലുറച്ചവരാണ്. നിന്റെ കൂട്ടുകാർ ആരൊക്കെ എന്ന ചോദ്യത്തിന് നമ്മൾ കുട്ടികൾ ഉത്തരം നൽകിയേ മതിയാകൂ. നമ്മൾ കുട്ടികളുടെ മനസ്സ് അപക്വമാണെങ്കിലും വീട്ടിലെ മുതിർന്നവർ പക്വതയുള്ളവരാണല്ലോ. തിരഞ്ഞെടുത്തിരിക്കുന്ന കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു ചൂടുവെപ്പ് കൊണ്ടോ നമ്മളെ വെളിച്ചത്തിലേക്കോ ഇരുട്ടിലേക്കോ പറഞ്ഞുവിടും എന്ന് വീട്ടുകാർക്കല്ലാതെ മറ്റാർക്കാണ് മുന്നറിയിപ്പ് നൽകാനാകുന്നത്? ചുറ്റുവട്ടത്തുള്ളവർ മാത്രമല്ല നമ്മുടെ ചങ്ങാതികൾ. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെ ഓൺലൈൻ സൗഹൃദങ്ങളുടെ നീണ്ട നിര നമ്മുടെ കുട്ടികളുടെ വിരൽത്തുമ്പിന്റെ ക്ലിക്കുകൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നിലുള്ള വഴിയിൽ മുല്ലപ്പൂകളും മുള്ളുകളും വീഴ്ചിരിക്കാം എന്ന് കവി പാടിയതുപോലെ ഇവരിൽ സുമനസ്സുകളുടെ ദുഷ്ടമനസ്സുകൾ ഉണ്ടാകാം. കുട്ടികൾക്ക് ഇവിടെ തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല. വീട്ടുകാർക്ക് കണ്ടുതെറ്റി ഏത് മായാവലയത്തിലും സൗഹൃദം തേടി പോകാം എന്നത് സത്യമാണ്. കുട്ടികൾക്ക് ശരി തെറ്റുകൾ മാർക്ക് ചെയ്തു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം രക്ഷിതാക്കൾ നിറവേറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്നേഹിതർ അടുത്തുള്ളവരോ അകലെയുള്ളവരോ ആരെങ്കിലും ആകട്ടെ വീട്ടുകാരോട് പറഞ്ഞിരിക്കണം. അവരറിയാതെ ഒരു കൂട്ടുകെട്ടും നമുക്ക് വേണ്ട. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാശത്തിന്റെ പടുകുഴി തോണ്ടുന്നത് നമ്മൾ തന്നെയാക്കും. കൂട്ടുകാർ കുടുംബക്കാരല്ലാത്തതിനാൽ കൂട്ടുകാരെ കുടുംബക്കാർ അറിഞ്ഞിരിക്കണം. മായാത്ത മധുര സ്മരണകളും കുറുമ്പുകളും നുറുങ്ങു കൊഞ്ചലുകളും പൊട്ടിച്ചീരുടെ വളപൊട്ടുകളും മയിൽപീലിയുടെ പെറ്റുപെരുകലും ഈറൻ കാറ്റിന്റെ കുളിരണീക്കലും പരിഭവങ്ങളുടെ മൽച്ചാറ്റലുകളും ഒക്കെ ആയിത്തീരുന്ന സൗഹൃദങ്ങൾക്ക് രക്ഷിതാക്കൾ മാർഗനിർദ്ദേശികളാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.